ഓം ശാന്തി. മാന്യ സഹോദരങ്ങൾക്ക് രാജയോഗ സപ്താഹ കോഴ്സിലേക്ക് സ്വാഗതം. രാജയോഗ മെഡിറ്റേഷൻ നൂതനമായ കാലഘട്ടത്തിലേക്ക് ഈശ്വരൻ നൽകിയ ഒരു വരപ്രസാദമാണ്. എങ്ങനെയാണോ ശാരീരിക വ്യായാമങ്ങളിലൂടെ ശരീര ആരോഗ്യം വർദ്ധിക്കുന്നത്, അതുപോലെ മനസ്സിന് ചിട്ടയായ വ്യായാമം നൽകുന്നതിലൂടെ മാനസിക ആരോഗ്യവും ഊട്ടിയുറപ്പിക്കുവാനാകും. മനസ്സിലെ ചിന്തകളെയും ഭാവനകളെയും ശരിയായ ദിശയിലേക്ക് ഏകാഗ്രമാക്കി ആത്മാവിൽ അന്തർലീനമായിരിക്കുന്ന ശക്തിവിശേഷങ്ങളെ ഉണർത്തിയെടുക്കുവാനാകും. അതിന്റെ ഫലമായി ടെൻഷൻ, നിരാശ, ഭയം, മുൻകോപം, അലസത, ആസക്തി എന്നിവ അകന്നു പോകുന്നു. ലഹരി ഉപയോഗശീലങ്ങളിൽ നിന്നും എളുപ്പത്തിൽ മുക്തമാകുന്നു. ശിഥിലമായ വ്യക്തിബന്ധങ്ങൾ വീണ്ടും യോജിക്കപ്പെടുന്നു. കൂടാതെ കർത്തവ്യങ്ങൾ പൂർവാധികം ഭംഗിയായി ചെയ്തുകൊണ്ടും ശാന്തമായ ഒരു മനസ്സിനുടമയാകുവാനും സാധിക്കും. ബ്രഹ്മകുമാരീസ് ഈശ്വരീയ വിശ്വവിദ്യാലയത്തിൽ നിന്നും രാജയോഗം പരിശീലിച്ച് ജീവിതത്തെ പരിവർത്തനം ചെയ്ത ലോകമെമ്പാടുമുള്ള ലക്ഷക്കണക്കിന് സഹോദരങ്ങൾ നിങ്ങളെ മാടി വിളിക്കുകയാണ്. വരൂ, സ്വയം നന്മകളെ സ്വാംശീകരിച്ച് ലോകത്തിലേക്ക് നന്മയുടെ സുഗന്ധം പരത്തുവാൻ ഈ മഹായജ്ഞത്തിൽ പങ്കാളികളാകൂ. ഓം ശാന്തി. രാജയോഗ മെഡിറ്റേഷൻ കോഴ്സിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. മെഡിറ്റേഷൻ എന്ന ശബ്ദം അതുകൊണ്ട് അർത്ഥമാക്കുന്നത് മെഡിറ്റേഷൻ മീൻസ് ടു ഹീൽ, സുഖപ്പെടുത്തുക. അതായത് നമ്മുടെ മനസ്സിലുണ്ടായിക്കൊണ്ടിരിക്കുന്ന വ്രണങ്ങളെ, വേദനകളെ, ദുഃഖത്തെ, അശാന്തി, ടെൻഷൻ, ഇതുമൂലം ഉണ്ടാകുന്ന വ്രണങ്ങളെ സുഖപ്പെടുത്തുക. ആ സുഖപ്പെടുത്തുന്ന പ്രക്രിയയുടെ പേരാണ് മെഡിറ്റേഷൻ. രാജയോഗ മെഡിറ്റേഷനിൽ നാം മെഡിറ്റേഷനിൽ ആദ്യം മനസ്സിലാക്കേണ്ടത് നമുക്ക് സുഖവും ശാന്തിയും സന്തോഷവും ആനന്ദവും ഇതെല്ലാം കണ്ടെത്താൻ കഴിയണമെങ്കിൽ നമുക്ക് നമ്മളിലേക്ക്, നമ്മുടെ ആന്തരിക ലോകത്തിലേക്ക് തിരിഞ്ഞു നോക്കണം. സാധാരണ നമ്മൾ പണ്ട് കേട്ടിട്ടുണ്ടല്ലോ, സുഖവും ശാന്തിയൊന്നും നമുക്ക് പുറത്ത് അന്വേഷിച്ച് അലഞ്ഞാൽ കിട്ടുന്ന സാധനമല്ല. അതിന് നമുക്ക് നമ്മുടെ ഉള്ളിലേക്ക് തിരിഞ്ഞു നോക്കണം. ശാന്തിയുടെ ഉറവിടം നമ്മുടെ ഉള്ളിൽ തന്നെയാണ് എന്ന് പറയാറുണ്ട് അല്ലേ. പക്ഷെ നമ്മുടെ നിത്യജീവിതത്തിൽ നമ്മൾ നോക്കിക്കഴിയുമ്പോൾ പലപ്പോഴും നമ്മുടെ ജീവിതത്തിലെ കഷ്ടങ്ങൾ ഉണ്ടാവുമ്പോൾ, ബുദ്ധിമുട്ടുകൾ ഉണ്ടാവുമ്പോൾ, ടെൻഷൻ അല്ലെങ്കിൽ സ്ട്രെസ് ഫീൽ ചെയ്യുന്ന സമയത്ത് എപ്പോഴും നമ്മൾ നമ്മുടെ ദുഃഖത്തിൻ്റെയും ടെൻഷൻ്റെയും അശാന്തിയുടെയും കാരണക്കാരായിട്ട് മറ്റുള്ളവരിലേക്കാണ് നമ്മൾ വിരൽ ചൂണ്ടുന്നത്. ഇവർ കാരണം എനിക്ക് കഷ്ടം. നമ്മുടെ ബന്ധുക്കളെയും മിത്രങ്ങളെയും സഹപാഠികളെയും സഹപ്രവർത്തകരിലേക്കെല്ലാം നമ്മൾ വിരൽ ചൂണ്ടാറുണ്ട് അല്ലേ. ഇവരാണ് എൻ്റെ പ്രോബ്ലത്തിൻ്റെ കാരണം. എന്നാൽ രാജയോഗ മെഡിറ്റേഷൻ നമുക്ക് മനസ്സിലാക്കി തരുന്നത്, മെഡിറ്റേഷൻ അങ്ങനെ ഒരു പ്രക്രിയയാണ്. നമുക്ക് നമ്മുടെ ജീവിതത്തിലെ എല്ലാ സമസ്യകൾക്കുള്ള സമാധാനം, എല്ലാ തരത്തിലുള്ള സർവ്വ ദുഃഖങ്ങളിൽ നിന്നും ശാന്തിയിൽ നിന്നും നമുക്ക് മുക്തി ഉണ്ടാകണമെന്നുണ്ടെങ്കിൽ, അഥവാ അതിനൊരു സദാകാലത്തെ പരിഹാരം ഉണ്ടാകണമെന്നുണ്ടെങ്കിൽ നാം നമ്മളിലേക്ക് തിരിഞ്ഞു നോക്കണം. ഈ ഒരു ഗുണപാഠമാണ് രാജയോഗ മെഡിറ്റേഷൻ കോഴ്സിലൂടെ നമുക്ക് ലഭിക്കുന്നത്. കാരണം ഇതുവരെ നമ്മൾ ഇത്രയും ജീവിത കാലഘട്ടത്തിൽ നോക്കിക്കോളൂ, നിങ്ങൾ ഓരോരുത്തരും അവരവർക്ക് എത്ര വയസ്സുണ്ട്. നമ്മുടെ ഈ മനുഷ്യായുസ്, ഈ ഒരു ആയുഷ്കാലം മുഴുവൻ നമ്മൾ നമ്മുടെ ജീവിതത്തിൽ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ കുട്ടിക്കാലം മുതൽ ഏതെല്ലാം ജീവിത സാഹചര്യങ്ങളിലൂടെ നമ്മൾ നല്ലതും കെട്ടതുമായിട്ടുള്ള ജീവിത സാഹചര്യങ്ങളിലൂടെ കടന്നു വരുന്നു. നല്ലതാവുമ്പോൾ നമുക്ക് എല്ലാവർക്കും സന്തോഷമാണ്. പക്ഷെ ഏതെല്ലാം ദുഃഖവും ടെൻഷനും നെഗറ്റീവായിട്ടുള്ള സിറ്റുവേഷൻസ് നമുക്ക് ജീവിതത്തിൽ ഫേസ് ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. നമ്മൾ എത്രത്തോളം മറ്റുള്ളവരെ അതിൻ്റെ കാരണക്കാരായിട്ട് വിരൽ ചൂണ്ടുന്നു. നമുക്ക് ആ സമയത്ത് നമ്മുടെ ദുഃഖത്തിന് ഒരു ശാന്തിക്ക്, ശമനത്തിന് നമ്മൾ മറ്റുള്ളവരെ പറയുന്നുവെങ്കിലും നമുക്ക് ആ ദുഃഖത്തിനോ അശാന്തിക്കോ സദാകാലത്തൊരു പരിഹാരം കിട്ടുന്നുണ്ടോ? ആലോചിച്ച് നോക്കൂ. മറ്റുള്ളവരുടെ മേൽ ദോഷം ആരോപിക്കുന്നതിലൂടെ നമ്മുടെ ദുഃഖമല്ലാതാകില്ല. ഈ കോഴ്സിലൂടെ, ഈ സപ്താഹ കോഴ്സിലൂടെ കടന്നു പോകുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ദ ബെസ്റ്റ് ഹീലർ എന്ന് പറയുന്നത്
നമ്മൾ തന്നെ. നമ്മളെ ഹീൽ ചെയ്യാൻ ഏറ്റവും കൂടുതൽ ഏറ്റവും നന്നായിട്ട് കഴിയുന്നത് നമുക്ക് തന്നെ. ഏതൊരു സാഹചര്യവും ആ സാഹചര്യത്തെ ഹാൻഡിൽ ചെയ്യേണ്ടത്, ഫേസ് ചെയ്യേണ്ടത്, അതിനെ അതിജീവിക്കേണ്ട ഞാൻ എന്നെ എത്രത്തോളം പക്വപ്പെടുത്തുന്നോ പാകപ്പെടുത്തുന്നോ അതിനനുസരിച്ച് നമുക്ക് ഏത് സാഹചര്യങ്ങളിലും നമുക്ക് മോൾഡായി പോകാൻ കഴിയും. നമുക്ക് ആ ഒരു സ്റ്റെബിലിറ്റി കീപ്പപ്പ് ചെയ്യാൻ കഴിയും. അതാണ് നമ്മൾ തിരിച്ചറിയണത്. അതിനു വേണ്ടിയിട്ട് ആദ്യം നമുക്ക് നമ്മളിലേക്ക് തിരിഞ്ഞു നോക്കണം. പറയാറുണ്ടല്ലോ, ശാന്തി നമ്മുടെ ഉള്ളിലാണ്. ഉള്ളിലർത്ഥം എവിടെയാണ്? നമ്മളിലേക്ക് തിരിഞ്ഞു നോക്കുക. നമ്മുടെ ആന്തരിക ലോകത്തിലേക്ക് ഒരു യാത്ര നമുക്ക് നടത്തണം. അപ്പോഴാണ് നമുക്ക് നമ്മളിലെ യഥാർത്ഥ നമ്മെ കണ്ടെത്താനായിട്ട് കഴിയുന്നത്. എനിക്ക് എന്നിലെ എന്നെ കണ്ടെത്താൻ കഴിയണം. സാധാരണ രീതിയിൽ നമ്മൾ 2 ശബ്ദങ്ങൾ ഉപയോഗിക്കാറുണ്ട്. ഒരു ഫുൾ ഡേ ഏറ്റവും കൂടുതൽ നമ്മൾ പറയുന്നത് ഞാൻ, എൻ്റെ. ഈ 2 വാക്കുകളാണ് നമ്മൾ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത്, അല്ലേ? ഞാൻ, എൻ്റെ, എൻ്റെ. ഇപ്പൊ തമ്മിലുള്ള വ്യത്യാസം എന്താണ്? ഇപ്പൊ സിസ്റ്റർ പറയാണ് ഇത് എൻ്റെ സാരിയാണ്, ആണല്ലോ, സാരി എൻ്റെയാണ്. പക്ഷെ ഞാൻ വേറെയാണ്, സാരി വേറെയാണ്, അല്ലേ? അതേപോലെ നമ്മൾ പറയില്ലേ എൻ്റെ ശരീരം എന്നല്ലേ പറയണേ. അപ്പൊ ഈ ശരീരത്തിന്റെ ഉടമസ്ഥൻ ആരാണ്? അപ്പൊ ഞാൻ ആരാ? ഇതെന്റെ ശരീരം, അങ്ങനെയല്ലേ പറയണേ. അപ്പൊ ഈ ശരീരത്തിന്റെ ഉടമസ്ഥൻ ആരാണ്? എന്റെ കൈ എന്നല്ലേ പറയണേ. ഞാൻ കൈ എന്ന് പറയാറില്ലല്ലോ. അപ്പൊ ഈ കൈ എന്റെയാണ്. അപ്പൊ ഞാൻ ആരാണ്? എന്റെ തല, അല്ലേ? ഞാൻ തല എന്ന് പറയില്ലല്ലോ. എന്റെ കണ്ണ്, എന്റെ കാല്, ഇത് ഈ ശരീരത്തിലെ ഓരോ അവയവങ്ങളെ പ്രതിയും നമ്മൾ പറയണേ. നീ ഫുൾ ബോഡി സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ നമ്മൾ പറയണത് എന്താണ്? എന്റെ ശരീരം എന്നാണ്. അപ്പൊ ഈ ശരീരത്തിന്റെ ഉടമസ്ഥൻ ആരാണ്? സാധാരണഗതി നിങ്ങൾ നോക്കിക്കോളൂ. നമ്മുടെ വീട്ടിലാരെങ്കിലും പ്രായമായിട്ട് ഒരാൾ മരിക്കാൻ കിടക്കുന്ന സമയത്ത് എല്ലാവരും അങ്ങനെയല്ലേ, ബന്ധുക്കളെ കാണണം, മിത്രങ്ങളെ കാണണം, പേരക്കുട്ടികളെ കാണണം, മക്കളെ കാണണം, എല്ലാവരെയും വിളിക്കും, കാണും, വിശേഷങ്ങൾ അന്വേഷിക്കും. പക്ഷേ മരണത്തിന്റെ ദിനങ്ങൾ കൂടുതൽ സമീപത്തേക്ക് വരുമ്പോൾ പിന്നെ ബന്ധുക്കളും മിത്രങ്ങളും എല്ലാം മറക്കും. കാണാനും എല്ലാം ഉള്ള അന്വേഷിക്കാനുള്ള വ്യഗ്രതകൾ കുറയും. പിന്നെ നമ്മൾ നോക്കുന്ന സമയത്ത് ആ മരണാസന്ന നിലയിൽ വ്യക്തിക്ക് സംസാരിക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ എപ്പോഴും പറയാറുള്ളത് എന്താണ്? ലാസ്റ്റ് നിമിഷങ്ങളിൽ നമ്മളോട് പറയണത് എന്താണ്? ഞാൻ പോവുകയാണ്. നിങ്ങളും കേട്ടിട്ടുണ്ടാവുമല്ലോ, പലപ്പോഴും നമ്മുടെയും വീട്ടിലെ പലരുടെയും മരണം സംഭവിക്കാറുണ്ടല്ലോ. അപ്പൊ ലാസ്റ്റ് പറയണത് എന്താണ്? ഞാൻ പോവാണ്, എനിക്ക് പോകാൻ സമയമായി. അങ്ങനെയല്ലേ പറയാറില്ലേ? കുറച്ച് കഴിഞ്ഞ ആള് മരിച്ചു. നമ്മൾ നോക്കുന്ന സമയത്ത് മരണത്തിന് ശേഷം ബോഡി അതേപോലെ അവിടെ ഉണ്ടാവും, ഇല്ലേ? ശരീരം അതേപോലെ ഉണ്ടാവും. ശരീരത്തിൽ നിന്ന് മരണസമയത്ത് പോയത് എന്താണ്? ആത്മാവാണ്, ജീവനാണ്, പ്രാണനാണ്. ഇത് നമുക്ക് എല്ലാവർക്കും അറിയാം. ആത്മാവാണ് ദേഹത്തിൽ നിന്ന് വേറിടുന്നത്, അല്ലേ? ദേഹത്തിൽ നിന്ന് ആത്മാവ് പോകുമ്പോഴാണ് നമ്മൾ മരണം എന്ന് പറയണത്. ആ മരണത്തിന് തൊട്ട് മുമ്പ് ആള് നമ്മളോട് എന്താ പറഞ്ഞേ? ഞാൻ പോവാണ്. പോയത് ശരീരത്തിൽ നിന്ന് പോയത് ആത്മാവാണ്. അപ്പൊ ആരാ ഞാൻ? ഞാൻ ആത്മാവാണ്. ആ ബോധം മരണാസന്ന നിലയിൽ നമുക്കുണ്ട്. പക്ഷെ ഇപ്പൊ ഓടി നടക്കുന്ന നമ്മളോട് ആരെങ്കിലും ചോദിക്കുകയാണ് താങ്കൾ ആരാണ്? ഈ ചോദ്യം നമ്മൾ ഓരോരുത്തരും സ്വയത്തോട് ഒരു നിമിഷം ചോദിച്ചു നോക്കൂ. ഞാൻ ആരാണ്? ഈ ചോദ്യം ചോദിച്ചാൽ നമ്മൾ എന്ത് ഉത്തരം പറയും? ഞാൻ ആത്മാവാണെന്നുള്ള മറുപടി നമ്മൾ ആരെങ്കിലും പറയോ? ഞാൻ ആരാണ്, താങ്കൾ ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആദ്യം എന്താ ഓർമ്മ വരിക? ആദ്യം പറയുന്നത് നമ്മുടെ പേരാണ്, അല്ലേ? നമ്മൾ നമ്മുടെ പേര് പറയും. പിന്നെ ഞാൻ ഇന്ന വീട്ടിലെയാണ്, അല്ലേ? ഇന്നയാളുടെ മകനാണ്, മകളാണ്, അല്ലെ ഹസ്ബൻഡാണ്, വൈഫാണ്, ഡോക്ടറാണ്, എഞ്ചിനീയറാണ്, അല്ലെ ഞാൻ ഹിന്ദുവാണ്, മുസൽമാനാണ്, ഇന്ത്യക്കാരനാണ്, അമേരിക്കക്കാരനാണ്, അല്ലെ മലയാളിയാണ്, തമിഴനാണ്, അല്ലേ? നമുക്ക് ആദ്യം ഓർമ്മ വരുന്ന നമ്മുടെ പേര്, നമ്മുടെ കുലം, ജാതി, മതം, നമ്മുടെ പൊസിഷൻ, അല്ലേ? ഈ കാര്യങ്ങൾ നമുക്ക് ഓർമ്മ വരണം ഞാൻ എന്ന് പറയുമ്പോൾ. പക്ഷേ നമ്മളുടെ യഥാർത്ഥ ഞാൻ എന്ന് പറയുന്നത്, നമ്മളുടെ ആ യഥാർത്ഥ അസ്തിത്വം അഥവാ വ്യക്തിത്വം നമ്മൾ യഥാർത്ഥ രീതിയിൽ തിരിച്ചറിയേണ്ടത് ഞാൻ എന്ന് പറയുന്നത് ആത്മാവാണ്. ഞാൻ ആത്മാവാണ്. ഇതെൻ്റെ ദേഹമാണ്, ഇതെൻ്റെ ശരീരമാണ്. അതായത് എങ്ങനെയാണ് ഇപ്പൊ ഈ ശരീരത്തിൽ നമ്മൾ വസ്ത്രം ധരിച്ചിരിക്കണേ, ശരീരത്തിൽ വസ്ത്രം ധരിച്ചിരിക്കണേ, അതേപോലെ സാധാരണ നമ്മൾ ശാസ്ത്രങ്ങളിലെ പറയാറില്ലേ ദേഹവും ദേഹിയും. ദേഹം എന്ന് പറയുന്ന ഒരു വസ്ത്രം മാത്രമാണ്. ആരുടേത്? ദേഹിയുടേത്. അതായത് ആത്മാവിനൊരു വസ്ത്രം പോലെയാണ് ഈ ശരീരം.
പക്ഷെ വസ്ത്രം നമ്മൾ പല കളർ ഡ്രസ്സ് ഇടും. സിസ്റ്റർ ഇപ്പൊ വെള്ള ഡ്രസ്സ് ഇട്ടിട്ടുണ്ട്, നിങ്ങൾ പല കളർ ഡ്രസ്സ് ഇട്ടിട്ടിരിക്കുന്നു അല്ലേ? അപ്പൊ അതേപോലെ ഈ ശരീരം എങ്ങനെ, ഈ ശരീരത്തിൽ നമ്മൾ വിവിധ കളർ ഡ്രസ്സുകൾ മാറി മാറി ഉപയോഗിക്കുന്നത്, അതേപോലെ ആത്മാവിന് കിട്ടിയിരിക്കുന്ന ശരീരം സ്ത്രീയുടെ ആകാം, പുരുഷന്റെ ആകാം, ഹിന്ദു ആകാം, മുസൽമാനാകാം, കറുത്താളാകാം, വെളുത്താളാകാം അല്ലേ? അപ്പൊ അത് കേവലം നമ്മുടെ ഈ വസ്ത്രത്തിന്റെ മാത്രം വ്യത്യാസം, വസ്ത്രത്തിലെ വ്യത്യാസം. പക്ഷെ ഈ വസ്ത്രം ഉപയോഗിച്ച് നാടകത്തില് പറയാറുണ്ടല്ലോ, ഈ ഭൂമി ഒരു നാടകശാലയാണ്, നമ്മളെല്ലാം അഭിനേതാക്കളാണ്. അപ്പൊ ഈ ഭൂമിയാകുന്ന നാടകശാലയില് ഈ ദേഹമാകുന്ന വസ്ത്രം ഉപയോഗിച്ച് നാടകം കളിച്ചുകൊണ്ടിരിക്കുന്ന അഭിനേതാവ് ഞാനാണ്. ഞാൻ ആത്മാവാണ്. ആത്മാവിന്റെ ഒരു വസ്ത്രമാണ് ദേഹം. അല്ലെങ്കിൽ വളരെ സിമ്പിളായിട്ട് നമ്മൾ ഒന്നും കൂടി സ്പഷ്ടാക്കുകയാണെങ്കിൽ നമ്മുടെ ഈ ശരീരം എന്ന് പറയുന്ന ഒരു വാഹനം മാത്രമാണ്, ഒരു വണ്ടി, ഒരു കാറ് പോലെ മാത്രം. ഈ ദേഹമാകുന്ന കാറിനെ നിയന്ത്രിക്കുന്ന ഡ്രൈവർ, ആ ഡ്രൈവറുടെ റോളാണ് ആത്മാവിന്. ഞാൻ ആത്മാവാണ്, ഞാൻ ഡ്രൈവറാണ്, ഇതെന്റെ കാറാണ്. അതായത് ഈ കാറിനെ നിയന്ത്രിക്കുന്നത് ചൈതന്യ ശക്തിയായ ആത്മാവാണ്. കാരണം ദേഹം ജഡമാണ്. കാരണം നമുക്കറിയാലോ, ഈ ശരീരം പഞ്ചതത്വം കൊണ്ട് നിർമ്മിച്ചതാണ്. അതുകൊണ്ട് ഇത് തത്വത്തിൽ ചേർന്ന് പോവുകയും ചെയ്യും. ഇത് ജഡതത്വമാണ്. പക്ഷെ ഈ ജഡതത്വത്തിന് ചൈതന്യം പകരുന്നത് ആത്മാവാണ്. അപ്പൊ ഞാൻ ആത്മാവാണെന്നുള്ള ബോധം നമ്മളിലേക്ക് വരുന്ന സമയത്ത്, ഞാൻ ആത്മാവാണ്, ഡ്രൈവറാണ്, ഇതെന്റെ വാഹനമാണ്. അപ്പൊ ഈ വാഹനത്തെ നിയന്ത്രിക്കേണ്ടത് ആരാണ്? ഞാനാണ്. ഇപ്പൊ നോക്കൂ, ഒരു കാറിൽ ഒരു ഡ്രൈവർ ഇരിക്കുക, ആ കാറിൽ ഡ്രൈവറും മറ്റ് യാത്രക്കാരും പോവാണ്. പക്ഷെ ആ വാഹനത്തിൽ എത്ര യാത്രക്കാരുണ്ടോ അവരുടെ എല്ലാവരുടെയും സേഫ്റ്റി ആരുടെ കയ്യില്? ഡ്രൈവറുടെ കയ്യില് അല്ലേ? ഡ്രൈവറുടെ കയ്യിലാണ്. അതേപോലെ ഈ ശരീരം എന്ന് പറയുന്ന പല പല പാർട്സുകൾ ചേർത്ത് വെച്ചിരിക്കുന്ന, ഇതിലെ കണ്ണുണ്ട്, കാതുണ്ട്, കൈയുണ്ട്, കാലുണ്ട്. പക്ഷെ ഈ കംപ്ലീറ്റ് ഈ ശരീരത്തിലെ ഓരോ സെൻസ് ഓർഗൻസ്, ഓരോ അവയവങ്ങളും, ഇതിലെ കർമ്മേന്ദ്രിയങ്ങള്, ഇതിലെ ജ്ഞാനേന്ദ്രിയങ്ങള്, ഇതിന്റെ എല്ലാം നിയന്ത്രണം എന്ന് പറയുന്നത് ആത്മാവാകുന്ന ഡ്രൈവറിന്റെ കയ്യില്. ആത്മാവ് എങ്ങനെ ഈ വണ്ടി ഓടിക്കണോ അതിനനുസരിച്ചിരിക്കും ഇതിലെ ഓരോരോ അവയവങ്ങളും പ്രവർത്തിക്കുന്നത്. അതായത് ആത്മശക്തി ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഈ കണ്ണുപയോഗിച്ച് കാണേണ്ടത് മാത്രം കാണാൻ പറ്റൂ. ഇല്ലെങ്കിലോ ഈ കണ്ണുകൊണ്ട് നമ്മൾ കാണാൻ പാടില്ലാത്തതും കാണും, കാതുകൊണ്ട് കേൾക്കാൻ പാടില്ലാത്തതും കേൾക്കും. ഡ്രൈവർ വീക്കാകുന്ന സമയത്ത് നമ്മുടെ ഈ കർമ്മേന്ദ്രിയങ്ങളെ നമ്മൾ ദുരുപയോഗപ്പെടുത്തും. അപ്പൊ നമ്മുടെ തന്നെ കർമ്മേന്ദ്രിയങ്ങൾ കൊണ്ട് നമ്മൾ ചെയ്യുന്ന തെറ്റായ കർമ്മങ്ങളാണ്, ദുരുപയോഗമാണ് നമുക്ക് ദുഃഖവും അശാന്തിയും കഷ്ടവും ദുരിതങ്ങളും തന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് നമ്മുടെ തന്നെ കർമ്മേന്ദ്രിയങ്ങള് ദുരുപയോഗപ്പെടുത്തി നമ്മൾ അനുഭവിക്കുന്ന വേദനകൾ, അതായത് പറയാൻ പാടില്ലാത്തത് പറയുമ്പോൾ നമുക്ക് ഈ നാവ് കഷ്ടം തരും, കേൾക്കാൻ പാടില്ലാത്തത് കേൾക്കുമ്പോൾ ഇത് കാത് നമുക്ക് ദുഃഖം തരും, കാണാൻ പാടില്ലാത്തത് കാണുന്നത് കാരണം അത് നമുക്ക് സ്ട്രെസ് നൽകും. അപ്പൊ നമ്മുടെ തന്നെ കർമ്മേന്ദ്രിയങ്ങളാണ് നമുക്ക് ദുഃഖം തരണേ, കഷ്ടം തരുന്നേ, ദുരിതങ്ങൾ തരുന്ന, അസ്വസ്ഥത തരണേ. അപ്പം നമുക്ക് നമ്മുടെ കർമ്മേന്ദ്രിയങ്ങളുടെ മേലുള്ള നിയന്ത്രണം വരണമെങ്കിലോ ഞാൻ ആത്മാവാണെന്നുള്ള ബോധം, ആത്മബോധത്തിലൂടെ ആത്മബലം ഉപയോഗിച്ച് നമുക്ക് നമ്മുടെ ഈ കർമ്മേന്ദ്രിയങ്ങളുടെ മേലെ നിയന്ത്രണം കൊണ്ടുവരാൻ കഴിയുള്ളൂ. കാരണം ആത്മാവിലെ ശക്തി വേണം, എങ്കിലും മാത്രമേ, ആത്മബലം ഉണ്ടെങ്കിലേ, മനോബലം ഉണ്ടെങ്കിലേ ഈ കർമ്മേന്ദ്രിയങ്ങളെ, ഈ വാഹനത്തെ നമുക്ക് നിയന്ത്രിച്ച് കൊണ്ടുപോകാൻ കഴിയുകയുള്ളൂ. രാജയോഗ മെഡിറ്റേഷനിൽ നമ്മൾ ആദ്യം മനസ്സിലാക്കണ ഇതാണ്, ഞാൻ വേറെ, എൻ്റെ വേറെ. ഞാൻ എന്ന് പറയുന്നത് ചൈതന്യ ശക്തിയാണ്, ആത്മാവാണ്, ചേതനയാണ്. ആത്മാവാകുന്ന ചേതന സത് ചിത് ആനന്ദ സ്വരൂപമാണ്. ഈ ദേഹം എന്ന് പറയുന്നത് വെറും ജഡവസ്തു, ഇതെന്റെയാണ്. അപ്പൊ ഞാനും എന്റെയും തമ്മിൽ ഇത്രയധികം വ്യത്യാസമുണ്ട്. ആത്മാ അവിനാശിയാണ്, അതിന് നാശമില്ല, അമരനാണ്, ഒരിക്കലും മരണമില്ല. ഇവിടെ പറയാറുണ്ടല്ലോ, വാളുകൊണ്ട് വെട്ടിയാലും മുറിക്കാൻ പറ്റില്ല, വെള്ളത്തിലിട്ടാലും മുങ്ങിപ്പോവില്ല, അഗ്നിക്കിരയാക്കാൻ കഴിയില്ല ആത്മാവിനെ. പക്ഷെ ശരീരമാണെങ്കിലോ ഇത് 5 തത്വത്തിലേക്ക് ലയിച്ചു ചേരും. അതുകൊണ്ട് ആദ്യം നമുക്ക് വേണ്ടത് മെഡിറ്റേഷനിൽ ഈ ഒരു കോൺഷ്യസ് ഷിഫ്റ്റാണ്. നമ്മുടെ ബോധതലത്തിൽ ഈ ഒരു പരിവർത്തനം ആദ്യം കൊണ്ടുവരണം. എങ്കിൽ മാത്രമേ ജീവിതത്തിലെ എല്ലാ കഷ്ടങ്ങൾക്കും, എല്ലാ ദുരിതങ്ങൾക്കും, എല്ലാ പ്രോബ്ലംസിനുള്ള നമ്മുടെ റൂട്ട് കോസ് എന്ന് പറയുന്ന ഈ ശരീരത്തിന്റെ ബോധത്തിൽ നമ്മളിപ്പോൾ ജീവിക്കുന്നുണ്ടാ. കാരണം ഇപ്പൊ നമ്മൾ എപ്പോഴും എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ഞാൻ എന്ന് പറയുമ്പോൾ ഞാൻ സ്ത്രീയാണ്, പുരുഷനാണ്
അല്ലേ? ഹിന്ദുവാണ്, മുസൽമാനാണ്, അല്ലെ സുന്ദരിയാണ്, അല്ലെങ്കിൽ സൗന്ദര്യം ഇല്ലാത്ത ആളാണ്. അപ്പൊ ഈ ഒരു കോൺഷ്യസിലാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കണേ. അല്ലെ ഞാൻ എഞ്ചിനീയറാണ്, ഡോക്ടറാണ്. അപ്പൊ നമ്മുടെ ഈ ബോധതലമാണ്, അതിനനുസരിച്ചുള്ള പെരുമാറ്റമാണ് നമ്മുടെ ഉള്ളിൽ നിന്ന് വന്നുകൊണ്ടിരിക്കുന്നത്. വീട്ടിലാണെങ്കിലും പുറത്താണെങ്കിലും മറ്റുള്ളവരോടൊപ്പം ഇടപഴകുമ്പോൾ ഈ ശരീരത്തിന്റെ ബോധത്തിനനുസരിച്ചുള്ള ഒരു പ്രവൃത്തികളും ചിന്തകളും വാക്കുകളുമാണ് നമ്മളിൽ നിന്ന് വന്നുകൊണ്ടിരിക്കുന്നത്. നമുക്ക് നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും ഒരു മാറ്റം കൊണ്ടുവരണമെങ്കിൽ, നമ്മുടെ കുടുംബത്തിലാണെങ്കിലും നമ്മുടെ സമൂഹത്തിലാണെങ്കിലും നമ്മുടെ പെരുമാറ്റത്തിൽ എനിക്ക് എന്നിൽ എന്തെങ്കിലും ഒരു മാറ്റം കൊണ്ടുവരണമെന്നുണ്ടെങ്കിൽ ഈ ശരീരത്തിന്റെ ബോധത്തിൽ നിന്ന് ഞാൻ ആത്മാവാണെന്നുള്ള സത്യബോധത്തിലേക്ക് തിരിച്ചു വരണം. ഞാൻ ആത്മാവാണെന്നുള്ള സത്യബോധം വരുമ്പോഴാണ് നമുക്ക് നമ്മുടെ കൂടെയുള്ളവർ ഓരോരുത്തരും ചൈതന്യ ആത്മാക്കളാണ്. എല്ലാവരും ശരീരം കൊണ്ട് മാത്രമേ നമ്മളിൽ ഭിന്നതയുള്ളൂ. ആത്മാവധി സൂക്ഷ്മമായ ഒരു ചേതനയാണ്, ചൈതന്യമാണ്, ശക്തിയാണ്. അപ്പൊ എങ്ങനെയാണ് ഒരു കമ്പ്യൂട്ടർ, ആ കമ്പ്യൂട്ടർ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഒരു ഓപ്പറേറ്റർ ഇല്ലാതെ വർക്ക് ചെയ്യില്ലല്ലോ. അതേപോലെ നമ്മുടെ ഈ ശരീരം എന്ന് പറഞ്ഞൊരു മെഷീൻ മാത്രമാണ്. ഈ ശരീരമാകുന്ന ഈ മെഷീനുള്ളിൽ ആത്മാവാകുന്ന ഓപ്പറേറ്റർ ഇരുന്നുകൊണ്ടാണ് ഈ വലിയ സിസ്റ്റത്തെ നിയന്ത്രിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ എങ്ങനെ നമ്മുടെ വീട്ടിലെ ഉപകരണങ്ങളെല്ലാം കറണ്ടിൽ പ്രവർത്തിക്കുന്നു, അതേപോലെ ഈ ശരീരത്തിൽ നിറയെ പാർട്സുകൾ, നിറയെ ഉപകരണങ്ങൾ ചേർത്ത് വെച്ചിരിക്കുന്ന ഒരു വലിയ മെഷീനാണ്. പക്ഷെ ഇത് പ്രവർത്തിക്കണമെങ്കിൽ എന്ത് വേണം? ആത്മാവാകുന്ന കറണ്ട് വേണം. ആത്മാവാകുന്ന കറണ്ട് എങ്ങനെയാണോ, സാധാരണ കറണ്ടിനെ നമുക്ക് ഈ കണ്ണുകൊണ്ട് കാണാൻ പറ്റില്ല, പക്ഷെ കറണ്ടിന്റെ സാന്നിധ്യം നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റും, അല്ലേ? കറണ്ട് ഉണ്ടെന്ന് എങ്ങനെ അറിയാം? ലൈറ്റ് നമുക്ക് വെളിച്ചം തരുന്നു, അല്ലെ ഫാൻ നമുക്ക് കാറ്റ് തരുന്നു, അല്ലെ മിക്സി വർക്ക് ചെയ്യിക്കാൻ നമുക്ക് പറ്റണോ, അപ്പൊ നമുക്കറിയാം കറണ്ട് ഉണ്ട്. അതേപോലെ ആത്മാവ് ശരീരത്തിലുണ്ട്, അതിന്റെ സാന്നിധ്യം, ആത്മാവിന്റെ സാന്നിധ്യം നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റും. എങ്ങനെ ഫീൽ ചെയ്യാൻ പറ്റും? ആത്മാവ് ശരീരത്തിലുണ്ട്, അതിന്റെ ഫീലിംഗ് ആണ് ഈ കണ്ണുപയോഗിച്ച് കാണാൻ പറ്റുന്നത്. ആത്മാവ് ഈ ശരീരത്തിൽ നിന്ന് പോയാൽ കണ്ണുണ്ടെങ്കിലും കാണാൻ പറ്റില്ല. ആത്മാവാകുന്ന കറണ്ടിന്റെ സാന്നിധ്യം നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റും, കാതിലൂടെ നമുക്ക് കേൾക്കാൻ കഴിയുന്നതിന്റെ കാരണം അതാ. ജഡത്തിന് കേൾക്കാൻ പറ്റില്ലല്ലോ കാതുണ്ടെങ്കിലും. അപ്പൊ ഈ ശരീരത്തിലെ ഓരോ ഇൻസ്ട്രുമെന്റും വർക്ക് ചെയ്യുന്നതിന്റെ കാരണം ആത്മാവാകുന്ന കറണ്ട്, ചേതന ഈ ശരീരത്തിലുള്ളത് കൊണ്ട്. അപ്പൊ ഈ കറണ്ട്, ആത്മശക്തി, ഈ ചൈതന്യ ശക്തി, ആത്മാവ് നമ്മുടെ ശരീരത്തില്, ആത്മാവ് സ്ഥിതി ചെയ്യുന്നത് മനുഷ്യ ശരീരത്തിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാല് ആത്മാവിന്റെ സ്ഥാനം നമ്മുടെ ഈ പുരികങ്ങൾക്ക് മധ്യേ, ഈ ഭാഗം ഭ്രൂമധ്യം എന്ന് പറയും, ഭ്രുഗുടി എന്ന് പറയാറുണ്ട്. ഈ ഭ്രുഗുടി അഥവാ ഭ്രൂമധ്യം, ഈ ഭാഗമാണ് ആത്മാവിന്റെ നിവാസസ്ഥാനം. ഈ ഭാഗാർത്ഥം നമ്മള് 3 ഡയമെൻഷനായിട്ട് ചിന്തിക്കുകയാണെങ്കിൽ നമ്മൾ ഇവിടുന്ന് ഒരു ലൈൻ ഉള്ളിലേക്ക് വരയ്ക്കുക, മിഡിൽ ഭാഗത്തു നിന്ന് ഒരു ലൈൻ മുകളിൽ നിന്ന് താഴേക്ക് വരയ്ക്കുക, രണ്ടും കൂടെ ഉള്ളിൽ കോയിൻസൈഡ് ചെയ്യുന്ന സ്ഥലം, അതായത് നമ്മുടെ തലച്ചോറിന്റെ മധ്യഭാഗത്ത്, ഹൈപ്പോതലാമസിനടുത്ത്, പിറ്റ്യൂട്ടറി ഗ്ലാൻഡിനടുത്തായിട്ട് അതിസൂക്ഷ്മം, നക്ഷത്രത്തെക്കാളും ചെറുത്, മിന്നാമിനങ്ങിനേക്കാളും ചെറിയ അതിസൂക്ഷ്മമായ ഒരു ചേതന, ഒരു വെളുത്ത പ്രകാശം. ഇത്രയും സൂക്ഷ്മമാണ്, അതുകൊണ്ടാണല്ലോ നമുക്ക് കണ്ണുകൊണ്ട് കാണാൻ പറ്റാത്തത്, അല്ലേ? അപ്പൊ ഇത്രയും സൂക്ഷ്മമായ ഈ ചൈതന്യ ശക്തി ഇതിനുള്ളിൽ കുടികൊള്ളുകയാണ്. ഇതിനുള്ളിൽ ഇരുന്നുകൊണ്ടാണ് ഈ കംപ്ലീറ്റ് സിസ്റ്റത്തെ നിയന്ത്രിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ആദ്യം നമുക്ക് നമ്മുടെ ഉള്ളിൽ ഈ ഒരു അവയർനെസ് ആണ് ആദ്യം വരേണ്ടത്. ഞാൻ ഈ ചൈതന്യ ശക്തിയാണ്, ആത്മാവാണ്. ചേതന ഇവിടെ ഇരുന്നുകൊണ്ടാണ് ഈ കംപ്ലീറ്റ് സിസ്റ്റം എൻ്റെ കൺട്രോളിലാണ്. ഞാൻ ആത്മാവാണ്, ഇതെന്റെ ശരീരമാണ്. അതേപോലെ നമ്മുടെ കൂടെ ആരെല്ലാം ഉണ്ടോ, അച്ഛനാണെങ്കിലും അമ്മയാണെങ്കിലും ഹസ്ബൻഡ് ആണെങ്കിലും വൈഫാണെങ്കിലും നമ്മുടെ ബന്ധുക്കളാണെങ്കിലും മിത്രങ്ങളാണെങ്കിലും അയൽക്കാരാണെങ്കിലും എല്ലാവരും ആര് തന്നെ, എല്ലാവരും ഒരു ആത്മാക്കളാണ്, എല്ലാവരും അതിസൂക്ഷ്മ ചൈതന്യങ്ങളാണ്, എല്ലാവരും ഭ്രൂമധ്യത്തിൽ തിളങ്ങുന്ന നക്ഷത്രം പോലെ തിളങ്ങുന്ന ഒരു ദിവ്യ പ്രകാശമാണ്. ബാക്കി എല്ലാവരുടെയും ശരീരത്തിൽ മാത്രമേ വ്യത്യാസമുള്ളൂ, അല്ലേ? കറുത്തതും വെളുത്തതും ശരീരത്തിന്റെ നിറത്തിലെ വ്യത്യാസമാണ്. ഹിന്ദുവും മുസൽമാനും നാടകത്തിൽ നമുക്ക് കിട്ടിയ റോളിന്റെ വ്യത്യാസം മാത്രമാണ്. അച്ഛനും അമ്മയും നാടകത്തിലെ 2 റോളാണ് നമ്മുടെ. പക്ഷെ ഈ റോളെല്ലാം പ്ലേ ചെയ്യുന്നത് ആരാണ്? ആത്മാവാകുന്ന അഭിനേതാവാണ്. അപ്പോഴേ നമുക്ക് നമ്മുടെ ജീവിതത്തിൽ ആ സാഹോദര്യം അല്ലെങ്കിൽ യഥാർത്ഥ സ്നേഹം എന്ന് പറയുന്നത് നമ്മുടെ ഉള്ളിൽ നിന്ന് അപ്പോഴേ വരുള്ളൂ. ഈവൻ ഇന്നത്തെ കാലഘട്ടത്തിൽ നോക്കിക്കോളൂ, നമ്മൾ ഒരച്ഛനും അമ്മയ്ക്കും ജനിച്ച മക്കളാണെങ്കിൽ പോലും 2 or 3 കുട്ടികളൊരു വീട്ടിലുണ്ട്. എന്നിട്ട് നമുക്ക് ആ പരസ്പരമുള്ള സാഹോദര്യ സ്നേഹം എന്തുകൊണ്ടാണ് കുറയണേ? അങ്ങോട്ടും ഇങ്ങോട്ടും
അല്പസ്വത്തിൻ്റെ പേരിൽ, അല്പസാധനങ്ങളുടെ പേരിൽ, സ്ഥാനമാനങ്ങളുടെ പേരിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കടിച്ചു കീറി തിന്നണ മാതിരി ഒരച്ഛൻ്റെ അമ്മയുടെ മക്കൾ തന്നെ അച്ഛനും അമ്മയെ ഉപദ്രവിക്കുക, അല്ലെങ്കിൽ തമ്മിൽ കലഹിക്കുക, ഈ രീതിയിലുള്ള ഒരു അവസ്ഥയിലേക്കല്ല ഇന്ന് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. എന്താ കാരണം? ഒരച്ഛൻ്റെ അമ്മയുടെ മക്കളാണ്, സഹോദരങ്ങളാണ്, ബ്ലഡ് റിലേഷൻഷിപ്പ് ഉണ്ടെങ്കിലും നമുക്ക് നമ്മുടെ ആ റിയൽ അവയർനെസ്സിൻ്റെ കുറവ് കാരണമാണ് നമ്മളിങ്ങനെ തമ്മിലടിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ കുടുംബ കലഹം മുതൽ ലോകത്തിൽ എന്തെല്ലാം കാര്യങ്ങൾക്ക് വേണ്ടി നമ്മൾ തമ്മിലടിക്കുന്നെങ്കിലും ഈ തമ്മിലടികളുടെ മുഴുവൻ റൂട്ട് കോസ് ആത്മബോധമില്ലാത്തത് കൊണ്ടാണ്. നമ്മൾ ആത്മാക്കളാണെന്നുള്ള യാഥാർത്ഥ്യം തിരിച്ചറിയാത്തത് കൊണ്ടാണ്. എപ്പോഴാണോ നമ്മൾ ഈ സത്യബോധത്തിലേക്ക് വരുന്നത്, സെൽഫ് അവയർനെസ്, ഞാൻ ആത്മാവാണ്, എൻ്റെ കൂടെയുള്ളതെല്ലാം ചൈതന്യ ആത്മാക്കളാണ്, നമ്മൾ സർവ്വാത്മാക്കളും സഹോദരങ്ങളാണ്, കാരണം സർവ്വാത്മാക്കളുടെയും പിതാവ് പരമാത്മാവാണ്. അപ്പോൾ ഒരേ ഒരു പരമാത്മാവിൻ്റെ സന്താനങ്ങളാണ്. ബാക്കി നാടകത്തിൽ നമ്മുടെ ഡിഫറെൻ്റ് ആയിട്ടുള്ള റോള് പ്ലേ ചെയ്യുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പം ഈ രീതിയിൽ ബേസിക്കലി നമുക്ക് നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ ബോധതലത്തിൽ പരിവർത്തനം കൊണ്ടുവരണം. അപ്പം നമ്മുടെ കുടുംബത്തിൽ നിന്ന് ആരംഭിച്ച് വിശ്വത്തിൽ എന്തെല്ലാം പ്രശ്നങ്ങൾ നിങ്ങൾ നോക്കിക്കോളൂ. ഏതെല്ലാം സ്ഥാനത്തിന് മാനത്തിന് വേണ്ടിയിട്ട്, ബാക്കി എന്തെല്ലാം നിലനിൽപ്പിന് വേണ്ടി മനുഷ്യൻ എന്തെല്ലാം ചെയ്തുകൊണ്ടിരിക്കണം അങ്ങോട്ടും ഇങ്ങോട്ടും. എത്ര അസൂയാണെങ്കിലും വിദ്വേഷമാണെങ്കിലും വെറുപ്പാണെങ്കിലും എല്ലാ തരത്തിലുള്ള നെഗറ്റീവ് ആറ്റിറ്റ്യൂഡിനെ നമുക്ക് ചേഞ്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ പോസിറ്റീവായിട്ടുള്ള അവയർനെസ്സിലേക്ക് വരണം. ഞാൻ ആരാണ്? ഓരോ കർമ്മവും ചെയ്യുമ്പോൾ, രാജയോഗ മെഡിറ്റേഷൻ എന്ന് പറഞ്ഞാൽ പ്രാക്ടിക്കൽ മെഡിറ്റേഷന്, നമ്മൾ ഏത് ജോലി ചെയ്യുമ്പോഴും നമ്മുടെ ഉള്ളിൽ ഈ അവയർനെസ് ഉണ്ടായിരിക്കണം. ഞാൻ ആത്മാവാണ്. ഞാൻ ഈ കൈ കൊണ്ടൊരു ജോലി ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഉള്ളിൽ ആ ബോധം വേണം. അപ്പൊ ഈ കൈയിൽ നമ്മളൊരു കത്തി എടുത്തിട്ട് ആ കത്തി ഉപയോഗിച്ച് നമ്മൾ കഷ്ണം നറുക്കിക്കൊണ്ടിരിക്കുക, പച്ചക്കറി നറുക്കാണ്. പച്ചക്കറി നറുക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് നമുക്ക് ഓർമ്മ വേണം. അപ്പൊ നമ്മൾ കത്തി ഉപയോഗിച്ച് പച്ചക്കറി കട്ട് ചെയ്യണം. പക്ഷെ നമ്മുടെ ഈ കൈയല്ല പച്ചക്കറി മുറിക്കണം, മറിച്ച് കത്തി ഉപയോഗിച്ചിട്ടാണ് നമ്മൾ പച്ചക്കറി മുറിക്കണം. നമ്മളെന്ത് പറയും? ഞാൻ പച്ചക്കറി മുറിക്കണം. ശരിയാണ്, പച്ചക്കറി മുറിക്കണത് ഉപയോഗിക്കുന്ന കത്തിയാണ് യഥാർത്ഥത്തിൽ കട്ട് ചെയ്യണത്. പക്ഷെ ഈ കൈ ഉപയോഗിച്ച് കത്തിയെ പിടിച്ച് നമ്മൾ ആ കഷ്ണം കട്ട് ചെയ്യണം. അതേപോലെ ആ കഷ്ണം കട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ നമ്മുടെ ഓരോരുത്തരുടെ ഉള്ളിൽ അവയർനെസ് ഉണ്ടാകണം. ഈ കൈയെ പ്രവർത്തിപ്പിക്കുന്ന ശക്തി ഞാനാണ്, ആത്മാവാണ്. നമ്മൾ വിചാരിക്കും കൈ കത്തിയെ ഉപയോഗിക്കാൻ. ഈ കൈക്ക് വെറുതെ കത്തി ഉപയോഗിക്കാൻ പറ്റില്ല. അങ്ങനെയാണെങ്കിൽ ജഡത്തില് കൈയും കാലും ഒക്കെ ഉണ്ടല്ലോ, കൈയും കാലും ഒന്നും എഴുന്നേറ്റ് ഒന്നും ചെയ്യുന്നില്ലല്ലോ. അപ്പോൾ ഈ കൈ കൊണ്ട് നമുക്ക് എന്ത് ചെയ്യണമെങ്കിലും ആത്മാവാകുന്ന ചേതന, ആ ചേതനയുടെ സാന്നിധ്യം കൊണ്ടാണ് നമുക്കത് ചെയ്യാൻ പറ്റുന്നത്. അതായത് ആത്മാവാണ് ചെയ്യിപ്പിക്കുന്നത്. ഈ ശരീരത്തിലെ അവയവങ്ങൾ നമ്മൾ ഉപയോഗിക്കുക മാത്രമാണ്. ഒരു വസ്തുവിനെ കാണുമ്പോഴും നമുക്ക് ആ ബോധം ഉണ്ടാകണം. ആത്മാവിലാണ് ഫീലിംഗ് ഉണ്ടാകണം. കാഴ്ചയുടെ ഞാൻ കാണുന്നു എന്നല്ലേ നമ്മൾ പറയണേ. ഞാൻ എൻ്റെ കണ്ണുകൊണ്ട് കണ്ടതാ, അങ്ങനെയല്ലേ പറയണേ. അപ്പൊ കാണുന്നത് ആരാണ്? ആത്മാവാണ്. ആത്മാവിലാണ് കാഴ്ചയുടെ ഫീലിംഗ് ഉണ്ടാകണം. നമ്മൾ പറയും ഞാൻ എൻ്റെ കണ്ണുകൊണ്ട് കണ്ടതാ. ശരിയാണ്, കണ്ണ് കാണാൻ സഹായിക്കുന്ന ഇൻസ്ട്രുമെന്റ് മാത്രമാണ്. പക്ഷെ കാഴ്ച എന്ന് പറയുന്ന ഫീലിംഗ് ഉണ്ടാകുന്നത് ആത്മാവിലാണ്. ഈ കാതുകൾ കൊണ്ട് കേൾക്കുക എന്ന് പറയുന്ന ഫീലിംഗ് ഉണ്ടാകുന്നത് ആത്മാവിലാണ്. അപ്പോൾ ഓരോ ജോലികൾ നമ്മൾ ചെയ്യുമ്പോഴും, പഠിക്കുകയാണെങ്കിലും എഴുതുകയാണെങ്കിലും നടക്കുകയാണെങ്കിലും നമ്മൾ വീട്ടുജോലികൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാകട്ടെ ഓഫീസിലായിക്കോട്ടെ, ഓരോ കർമ്മങ്ങളും നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് കർമ്മയോഗിയായിട്ട് കർമ്മം ചെയ്യാൻ പറ്റും. ഏത് കർമ്മം ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഉള്ളിൽ അവയർനെസ് ഉണ്ടാകണം. അതാണ് രാജയോഗ മെഡിറ്റേഷൻ എന്ന് പറയുന്ന ഈ പ്രാക്ടിക്കൽ വേ ഓഫ് നമ്മുടെ ജീവിതത്തിലെ ഓരോ കർമ്മങ്ങൾ ചെയ്യുമ്പോഴും ഈ അവയർനെസ്സിൽ ഞാൻ ആരാണ്, ഞാൻ ആത്മാവാണെന്നുള്ള ബോധത്തിൽ ഇരുന്നുകൊണ്ട് ഈ കർമ്മേന്ദ്രിയങ്ങളെ ഉപയോഗിച്ച് കർമ്മം ചെയ്യാം. എൻ്റെ കൂടെയുള്ളതെല്ലാം ഓരോരുത്തരും ചൈതന്യ ആത്മാക്കളാണ്. ആ ബോധത്തിലിരുന്നുകൊണ്ട് ഒന്ന് സ്വബോധം, ആ സ്വബോധം ആത്മബോധം, അതായത് ഈ ബോഡി കോൺഷ്യസ്നെസ് സോൾ കോൺഷ്യസ്നെസ്സിലേക്ക് നമ്മുടെ കോൺഷ്യസ്നെസ് ഷിഫ്റ്റ് ചെയ്യാം. ബോധതലത്തിൽ ഈ പരിവർത്തനം നമുക്ക് എപ്പോഴാണോ വരുന്നത്, അപ്പം നമ്മുടെ ആ മനോഭാവം ആ രീതിയിൽ പരിവർത്തനപ്പെടുത്തുമ്പോൾ ടോട്ടലി നമ്മുടെ കാഴ്ചപ്പാട് മാറും. ഞാൻ, നീ, എൻ്റെ, നിന്റെ, ശത്രു, മിത്രം, ഈ രീതിയിലുള്ള എല്ലാ വിവേചനങ്ങളും, ആ അതിർവരമ്പുകൾക്കപ്പുറം അതിവിശാലമായ ഒരു മനസ്സിനുടമയായിട്ടൊരു ദൃഷ്ടി
ഉടമയായിട്ട് നമുക്ക് മാറാൻ, ഒരു മനോഭാവം കുറച്ചുകൂടി നമ്മുടെ ഇടുങ്ങിയ ചിന്താഗതികളിൽ നിന്ന് നമുക്ക് പുറത്തേക്ക് വരാനും, അതിവിശാലമായൊരു ഹൃദയത്തിന്, അതിവിശാലമായൊരു മനോഭാവത്തിന് ഉടമകളായിട്ട് നമുക്ക് മാറാനും ആത്മബോധം നമ്മളെ സഹായിക്കും. ഈ പ്രകാരം ശരീരബോധത്തിൽ നിന്ന് ആത്മബോധത്തിലേക്ക് വരിക, അതാണ് മെഡിറ്റേഷന്റെ ആദ്യത്തെ സ്റ്റെപ്പ്. നരനൊരു വരം ദൈവം കൊടുത്തു, നരൻ പവിത്ര സ്വരൂപനാകും വരം. നരനൊരു വരം ദൈവം കൊടുത്തു, നരൻ പവിത്ര സ്വരൂപനാകും വരം.